മാത്രം മതിയെനിക്കേതു നേരത്തും. തിയോളജി പഠിച്ചിരുന്ന അവസരത്തിൽ ഡോഗ്മാറ്റിക് തിയോളജിയിൽ ഒരു ചോദ്യം ക്ലാസ്സിൽ ചോദിക്കുകയുണ്ടായി. ചോദ്യം ഇതായിരുന്നു: ഒരു പരിശുദ്ധ കുർബാന ദിവ്യബലി സമയത്ത് വികാരിച്ചറിയാതെ, വിശ്വാസികൾ ആരും അറിയാതെ താഴെ വീണമെന്നിരിക്കട്ടെ. എല്ലാവരും ദേവാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഒരു എലി വന്ന് അത് കഴിച്ചത്. എലിക്ക് ദൈവാനുഗ്രഹം കിട്ടോ ഇല്ലയോ? അതായിരുന്നു ചോദ്യം. വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് പലരും പറഞ്ഞത്. അവസാനം പഠിപ്പിച്ച വൈദികൻ തന്നെ പറഞ്ഞു, അങ്ങനെ ദൈവാനുഗ്രഹം കിട്ടില്ല. അതിന് കാരണമായിട്ട് അന്ന് പഠിപ്പിച്ചത് ഡിസ്പൊസിഷൻ ഓഫ് ദ ഗ്രേസ് എന്നൊരു കോൺസെപ്റ്റാണ്. അതായത് കൃപ നമ്മളിൽ സ്വീകരിക്കണമെങ്കിൽ അതിന് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. പൂർണ്ണ അറിവും സമ്മതത്തോടും കൂടി ഒരുങ്ങിയിരുന്നാൽ മാത്രമേ കൃപ കിട്ടത്തുള്ളൂ. അതുതന്നെയാണ് എല്ലാ കൂദാശകളിലും. കുമ്പസാരം ഒരുക്കത്തോടു കൂടി സ്വീകരിച്ചാൽ മാത്രമേ അതിൻ്റെ കൃപ നമുക്ക് ലഭിക്കത്തുള്ളൂ. അങ്ങനെ ഏത് കൂദാശ എടുത്ത് നോക്കിയാലും നമ്മുടെ ഒരുക്കമാണ് നമ്മളെ കൃപയുള്ളവരാക്കി തീർക്കുന്നത്. ഇന്നത് പറയാൻ കാര്യം, ഇന്നത്തെ ഗോസ്പലിൽ യേശുവിനെ കാണാനായിട്ട് ഹെറോദോസ് ആഗ്രഹിക്കുകയാണ്. യേശുവിനെ കാണാൻ ആദ്യമായിട്ടൊന്നുമല്ല ഒരാൾ ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് കുറേ പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. സക്കേവൂസ് ആഗ്രഹിച്ചിട്ടുണ്ട്, പാപിനിയ സ്ത്രീ ആഗ്രഹിച്ചിട്ടുണ്ട്, ഫരിസേയർ ചിലർ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ജനക്കൂട്ടം പോലും യേശുവിനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലർക്കും യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹത്തിനിടയിൽ പലരുടെയും ആഗ്രഹം വ്യത്യസ്തമായിരുന്നു. അതിന് റീസൺ വ്യത്യസ്തമായിരുന്നു. ചിലർക്ക് രോഗശാന്തിക്ക് വേണ്ടി, ചിലർക്ക് യേശുവിനെ ഒന്ന് ദൂരെ നിന്ന് കണ്ടാൽ മതി എന്ന കാരണം കൊണ്ട്, ചിലർക്ക് കാഴ്ചയ്ക്ക് വേണ്ടി, ചിലർ സൗഖ്യത്തിന് വേണ്ടി, ചിലർ ജീവന് വേണ്ടി. ഇങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് പലരും യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് അവർക്ക് യേശുവിൽ നിന്ന് കൃപ ലഭിച്ചത്. ഇവിടെ ഹെറോദോസ് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്: ഹെറോദോസിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? അവിടെയാണ് ഹെറോദോസിന് പാളിപ്പോയത്. ഹെറോദോസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് അത്ര നല്ല മനസ്സോടുകൂടിയൊന്നല്ല. അവനൊരു അനീതി പ്രവർത്തിച്ചപ്പോൾ സ്നാപയോഹനൻ എതിർത്തു. ആ സ്നാപയോഹനനെ പല സാഹചര്യം കൊണ്ട് വകവരുത്തി. ഇനി സ്നാപയോഹനേക്കാളും വലിയവൻ ആരോ വന്നിട്ടുണ്ടെന്നറിയുമ്പോൾ, അവൻ എന്നെക്കാളും ശക്തനാണെന്നറിയുമ്പോൾ, ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് അവനെയും തകർക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഹെറോദോസ് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാഴ്ചയ്ക്ക് അത്ര വെളിച്ചമൊന്നും ഉണ്ടാകില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മൾ യേശുവിനെ എന്ത് കാരണം കൊണ്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? നമ്മളുടെ കാഴ്ചയ്ക്ക് എന്താണ് ഇൻറ്റൻഷൻ? പലർക്കും പല കാരണങ്ങളുണ്ടാകാം. നമ്മുടെ കാരണം എന്താണ്? പേഴ്സണലായിട്ട് നമ്മൾ പറയുന്ന കാരണം എന്താണ്? ഒരു ദിവ്യബലിക്കിടയിൽ ഒരു വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും വ്യത്യസ്തമായ കാരണങ്ങളാണ് പലർക്കും. അവിടെ നമ്മളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാനുള്ള കാരണം നമ്മളുടെ ഇൻറ്റൻഷനാണ്. നമ്മൾ എന്ത് കാരണത്താൽ യേശുവിനെ സ്വീകരിക്കാനാണ് നിൽക്കുന്നു? നമ്മളും യേശു എന്നുള്ള ബന്ധം എന്താണ്? നമ്മളുടെ ഇൻറ്റൻഷനാണ് നമ്മളെയും ദൈവത്തെയും ചേർത്ത് വയ്ക്കുന്നത്. ഈ നല്ല മനസ്സോടുകൂടി, കൃപയോടുകൂടി, ഒരുക്കത്തോടുകൂടി ദൈവത്തെ സ്വീകരിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. അല്ലാത്തവർക്ക് അവൻ അപരിചിതനുമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ോരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ, എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി. ഈ ലോകസഖികളെല്ലാം
എൻ രക്ഷകാ എൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ലെൻ രോഗശാന്തിക്കായി. നിൻ മാർവിടം എന്നാശ്രയം, എന്നേശു കർത്താവേ. എൻ രക്ഷകാ എൻ